ഭയങ്കര കോമഡിയാണ്. ഹായ്, അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് വീടിന്റെ താഴത്തല്ല, ഇന്ന് വീടിന്റെ മുകളിൽ കയറി നിൽക്കട്ടാ. കണ്ട, അപ്പൊ എന്താ കാരണം എന്നറിയാ, വീടിന്റെ മുകളൊക്കെ മണ്ണ് വന്നിട്ട് ഓവൊക്കെ അടഞ്ഞു നിൽക്കുന്നുണ്ട്. കുറെ ദിവസമായിട്ട് കയറൊന്ന് പറയുന്നല്ലാതെ കയറിയല്ല. ഇപ്പോ ഇന്ന് കയറുമ്പോഴേക്കും മഴ ഇതാ. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടല്ലോ നമ്മളിങ്ങോട്ട് നല്ല വെയിലാണ് കേട്ടോ. ഏകദേശം കുറച്ച് തുണികളൊക്കെ നല്ല പോലെ ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞു നമുക്ക് വീടിൻ്റെ മുകളിലൊന്ന് കയറി വെക്കാന്ന് പറഞ്ഞു. അത് കാരണം തന്നെ അമ്മേനെ അങ്ങോട്ട് കയറ്റിയിട്ടില്ല, ഞങ്ങൾ മാത്രം കയറി പോകുന്നു. അതാണ് അപ്പൂസ് കുറച്ച് സ്പീഡ് കൂടി പോയാ സാരല്ല. അപ്പം സന്തോഷമായിട്ട് കൊടുത്താ ചൂലെടുത്ത് അടിച്ചല്ലോ തുടങ്ങി. അപ്പൂസ് കൈക്കോട്ടെടുത്ത് ഇങ്ങനെ വടിച്ചെടുക്കാൻ തുടങ്ങി. കാരണം മഴ പെയ്യണേൻ്റെ മുന്നേ ചെയ്യേണ്ട പണിയാണ്. മഴ എന്ന് വിളിക്കുന്ന ഈ മണ്ണൊക്കെ ഇവിടെ ഇങ്ങനെ ഉറച്ചു പോയിട്ടുണ്ട്. ചൂലെടുത്ത് അടിച്ചാൽ കിട്ടുമോ തന്നെ അറിയില്ല. കൈക്കോട്ട് കൊണ്ട് തന്നെ എടുക്കണം. അങ്ങനെ ഓരോരോ പണി അപ്പൂസ് ഇവിടെ തുടങ്ങി വെച്ചിട്ടുണ്ട്. ഇന്ന് ഒരുപാട് പണി തന്നെയാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾക്ക് കണ്ടതിന് എല്ലാവരും ചോട്ടിൽ രാവിലെ തൊട്ടേ ഓരോ പണിയാണ്. ഞങ്ങൾ സത്യം പറഞ്ഞാൽ രാവിലെ വിചാരിക്കും എന്താ മഴയാണ് ഇന്ന് പോയിട്ട് പണി നടക്കൂല. എല്ലാവരും അങ്ങനെ തന്നെയാവില്ലേ വിചാരിക്കുക. വീട്ടിൽ ഇരിക്കുമ്പോൾ വിചാരിക്കുന്ന കാര്യം തന്നെ അതാണ്. പണിക്കൊന്നും പോവാതെ ബുദ്ധിമുട്ട് തന്നെയാണല്ലേ, പണിയൊന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ വിചാരിക്കും ഇന്നൊരു പണി നടക്കാത്ത ദിവസമാണ്, എന്ത് പണി എടുക്കുമെന്ന്. പക്ഷെ അങ്ങനെ തന്നെ നമ്മൾ വിചാരിക്കുക. ഇന്ന് സന്തോഷേട്ടൻ ടാപ്പിങ്ങിന് ഇറങ്ങണം എന്നൊക്കെ പറഞ്ഞ് പുലർച്ചെ നീച്ച ആളാണ്. എന്നിട്ട് വിചാരിച്ചിട്ടുണ്ട് ഇന്നിപ്പോൾ ഒരു പണി നടക്കൂലെന്ന്. പക്ഷെ നേരെ ഓപ്പോസിറ്റാണ് വന്നത്. നീച്ചപ്പോൾ തന്നെ നല്ല പണി തന്നെ കിട്ടിയിരിക്കണേ. ശ്രമിച്ചാൽ നടക്കാത്തതായിട്ട് ഒന്നുമില്ല എന്ന് മനസ്സിലായില്ലേ. പിന്നെ നമ്മളെ ഈ ഭാഗത്തുള്ള വീടിനേക്ക് മറിഞ്ഞു നിന്നേനെ ആ മരത്തിൻ്റെ എല്ലാ കൊമ്പും ചില്ലിയും, മഴയൊന്നും പെയ്യൂല, കൊമ്പും ചില്ലിയും എല്ലാം വെട്ടിയിട്ട് നമ്മളൊക്കെ ഒരു ഭാഗത്തേക്കാക്കി. ഇനിയിപ്പോൾ വാർപ്പിൻ്റെ മുകളിലുള്ള ഈ വേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാറ്റി ഒഴിവാക്കണം. നിർത്തി പറയാനുള്ളത് ഒറ്റ ശ്വാസത്തിലാണ് പറഞ്ഞ് തീർക്കാണ്. ആ ഞാൻ വരാം, ഞാൻ അപ്പൂസിനെ സഹായിക്കാം. ഇത്രയോ നിറച്ചാക്കി പിടിക്കാൻ പറ്റൂല. അമ്മയൊക്കെ പൊന്തൂലടാ. ഞാൻ പൊന്നിച്ചോണ്ട് ഭാവി എന്താ അമ്പുണ്ടാക്കുക? അവിടെ വഴിക്കണോ കൂടെ ഒറ്റ തെറിക്കലേ വാങ്ങട്ട്. അവിടെ നിലത്തിട്ടത് നമുക്ക് അവിടെ ബാക്കിൽ നിലത്ത് കൊറേ മണ്ണിന്റെ ആവശ്യം. എന്താ വഴി കെട്ടണ? എന്താ കെട്ടണേ? എന്തിനാ? കൊറേ കോക്കുണ്ട്, ചതുരപ്പുളി ഉണ്ട്. നമ്മള് വർത്തനം പറഞ്ഞ അപ്പൂസ് അല്ല പണി. അപ്പൂസ് നല്ല മോനാറിയണ്ടല്ലോ എല്ലാരും. നമ്മളെ പോലെ അപ്പൂസ് നല്ല മോനാണ്, നമ്മള് മോശമാണ് അല്ലേ? അങ്ങനെയല്ലോ നല്ല പണി കിട്ടും. അപ്പൂസ് ഇന്നലെ ഇന്നും 2 ദിവസമായില്ലേ, 3 ദിവസമായി പണി. നമ്മളിവിടെ നിന്ന് വെള്ളം ഇവിടെ ലേസം നിക്കണ്ടല്ലേ ഉള്ളു. നമ്മളൊക്കെ എന്ത് ചുറ്റും കയറ്റം. അതാണ് നമ്മളെ ഇവിടെ ഇത് കണ്ട ചേപ്പാ, ഇത് കാണിച്ചാ ഇവിടെ നമ്മളിവിടെ വെള്ളം നിൽക്കണ്ട. അതാകെ പ്രശ്നമാണ്. കണ്ടില്ല ഇവിടെ വെള്ളം നിൽക്കണൊക്കെ നിറച്ച് വെള്ളം നിൽക്കണം. ഇവിടെ അവിടെ പോവില്ല, ഫുള്ള് വെള്ളം നിൽക്കണം. അവിടെ കിച്ചല്ല ഇനി എന്തേലും ചെയ്യേണ്ടി വരും. നേരിട്ട് ഇടുന്നിട്ട് കാര്യമില്ല. അവിടെ എന്തേലും നമ്മള് കോൺക്രീറ്റ് എന്തൊരു മിക്സ് കോൺക്രീറ്റ് ഉണ്ട്, ചെയ്യണം. നല്ലതാണ്. തോട്ടി കെട്ടി കഴിയില്ല. ഒറ്റക്കല്ലട ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് കിട്ടിയോ? വള്ളി നല്ല പൊട്ടിക്കാതെ എടുത്താക്കി ഇവിടെ തന്നെ എടുക്കാം. ഞാൻ കാണിച്ചു തരാം. തോട്ടി കുറച്ചുകൂടി ചെറുതാണോ?
ഈ തോട്ടിനെ കിട്ടിയ എന്തോ ഒരു ഭാഗ്യമാണെന്നറിയാം. അവിടെ കൊണ്ടിട്ട് മതി ചെയ്യണ്ട് പോരെ. അപ്പം ഞങ്ങളിതൊക്കെ റെഡി ആകട്ടെ. ഇനി ഇവിടെ നിന്ന് എടുത്താൽ ശരിയാവില്ല അല്ലേ? ഈ താഴത്തേക്ക് ഇറങ്ങിയിട്ടാണ് സ്പെഷ്യൽ അല്ലേ? താഴത്തേക്ക് ഇറങ്ങിയിട്ടല്ലേ സ്പെഷ്യല്? നമുക്ക് ഇവിടെ റൂം ഉണ്ടാക്കണം കരുതുന്നുണ്ട് അപ്പൂസിന്. ഇവിടെ നല്ല എപ്പോഴെങ്കിലും കഴിയുന്ന സ്ഥലത്തില്ല ഇവിടെ കരുതണേ. പക്ഷെ ഇവിടെ ഉണ്ടാക്കിയതിനെ മുന്നത്തെ ഷോക്കെ പോവും. ഈ ടാങ്ക് മാറ്റിയുണ്ട് അവിടെ ഉണ്ടാക്കണം അല്ലേ? ഈ കോണിക്കൂട് നിങ്ങട്ടൊരു പാസേജ് എടുത്തിട്ടൊരു ഒറ്റ റൂം നോക്കട്ടെ. പേരല്ലാത്തപ്പോൾ വീട് വേണം. വീടുണ്ടായപ്പോൾ മോളേക്ക് എടുക്കണം. അതല്ലേ മനുഷ്യൻ്റെ ആഗ്രഹം. അത് ആഗ്രഹം മാത്രമല്ല, എല്ലാവർക്കും അറിയാലോ അപ്പൂസിന് റൂമില്ല. ഇപ്പം അപ്പൂസ് ആളിലാണ് കിടക്കുന്നത്. അപ്പോൾ അപ്പൂസിന് റൂം അത്യാവശ്യമാണ്. അപ്പോൾ അവിടെ മുകളിൽ ഓൻ ആദ്യം പറഞ്ഞു വെച്ചതേന്ന്. ഓൻ ആവശ്യമൊന്നുമില്ല, പക്ഷെ നമ്മൾ വിചാരിച്ചത് തന്നെയാണ് ഇവിടെ റൂം അപ്പൂസിന് വേണമെന്ന്. അപ്പോൾ എടുക്കണം കഴിയുമ്പോൾ എപ്പോഴെങ്കിലും ഇപ്പോഴല്ല എന്തെങ്കിലും കാലത്ത് എടുക്കും. ആദ്യം അടുക്കള ആവട്ടെ, പതുക്കെ പതുക്കെ നമ്മൾ ആക്കി എടുക്കും. ഇത്രയും ആക്കിയില്ലേ, എന്തായാലും റൂമിനായിട്ട് ഇപ്പോൾ അത്ര പ്രശ്നങ്ങളൊന്നും അല്ല. ദൈവം അനുഗ്രഹിച്ചാൽ നമ്മളൊരു വീട് മേലേക്ക് റൂം എടുക്കും. ഒന്നും പ്രതീക്ഷിക്കാത്ത ഒന്നും ആവാത്ത ഒന്നും ഇത്രയായി കിട്ടിയില്ലേ, ഓർമ്മയിക്കോളും. അപ്പൂസ് താഴത്തേക്ക് പോയി. ബായിക്കുട്ടീനെ അച്ഛൻ വന്ന് വിളിച്ചിട്ട് പോയി എങ്ങോട്ടോ പോകണം പറഞ്ഞിട്ട്. അപ്പം എല്ലാവരും പോയി. ഞങ്ങൾ മാത്രമുള്ള ഇതിൻ്റെ മുകളിൽ നമ്മൾ ക്ലീൻ ആക്കിയിട്ട്. പക്ഷെ അപ്പൂസ് അത് കംപ്ലീറ്റ് ആക്കി ഞങ്ങൾ അടിച്ചു തരിട്ടുള്ളൂ. അപ്പൂസൊക്കെ കൈക്കോട്ട് എടുത്തിട്ട് മാടി ഒക്കെ എടുത്ത് തന്നു. ഞാനതൊക്കെ അടിച്ച് അങ്ങോട്ട് ഒഴിവാക്കി. ഇവിടെ ഉണ്ട് കുറച്ച് അടിച്ചു കളയാൻ. അതും കൂടി നല്ല ക്ലീൻ ആക്കണം. അപ്പം നമ്മളൊന്നും പഠിക്കുന്നത് അമ്മ ചായക്കടിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് ഇവിടെ വന്ന് ഈ പുതിയ വീട്ടിലത്തോട്ട് ആദ്യമായിട്ടാണ് ഈ കടി ഉണ്ടാക്കണം. ഒരു പെരിക്കുണ്ട് കോവയ്ക്ക ഉപ്പുമാക്കി വെക്കണ്ടേ. ഞാനേ ഗോതമ്പ് വറുത്ത് പൊടിച്ചിട്ട് ശർക്കരയും നാളികേരൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കി. ഗോതമ്പുണ്ട പൊടി കൊണ്ട് ഉണ്ടാക്കട്ടോ. എണ്ണയിൽ ഇങ്ങനെ ഒരു കടി. പുതിയ വീട്ടില് ആദ്യമായിട്ടാണ് ഗോതമ്പ് വറുക്കണം. അരി നാള് പൊടിച്ചിട്ടില്ല. അരി നാള് വറുത്തിരുന്നു, പക്ഷെ ഉണ്ടാക്കിയിരുന്നു. അപ്പം അമ്മ അങ്ങനെ ശരിയാക്കി അങ്ങനെ കിടക്കുന്നു. ഇപ്പം കിടക്കുമ്പോഴും മഴയുമ്പോഴും ഞങ്ങള് മോളിന്ന് വേറെ പ്ലാനിങ് ഇട്ടായിട്ട് ഇറങ്ങി വന്നത്. നല്ലത് തന്നെയായിരുന്നു. എന്താ പറയാ, അപ്പൊ കിടന്നപ്പോ എന്തെങ്കിലും തിന്നണം തോന്നുന്നു. അതാണ് ബിസ്ക്കറ്റ് ഒടിച്ചിട്ട് പിന്നെ തേങ്ങാ ബിസ്ക്കറ്റ് ഉണ്ട് രാവിലെ. അത് തിന്ന് കഴിഞ്ഞു. തേങ്ങാ ബിസ്ക്കറ്റ് കൊടുന്നു. അത് എല്ലാരും ഓരോന്ന് എടുത്ത് ടെസ്റ്റ് ആക്കി കഴിഞ്ഞു. 4 മണിക്ക് കൊണ്ടുവരുന്ന കടി 4 മണിക്ക് കൊണ്ടുവരണം. അത് 10 മണിക്ക് കൊണ്ടുവന്നാൽ 10 മണിക്ക് കഴിഞ്ഞു. നാളികേരൊക്കെ ചിരകി കൊണ്ടുവരട്ടാ. എന്നിട്ട് വേണം പരിപാടി. അതൊക്കെ എല്ലാം കറുത്ത കളറാണ്. അതിപ്പോ ആ കളർ ഗോതമ്പിന്റെ കളറായിട്ടുള്ളൂ. ഇങ്ങനെ കാട്ടുന്നത് എത്ര ആൾക്കറിയാം? ഇങ്ങനെയൊക്കെ ചായ കുടിച്ചിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അരി ഇങ്ങനെ ചെയ്യും, ഗോതമ്പും ചെയ്യും, ചെയ്യാത്തവരിട്ടോ ഇങ്ങനെ മിക്സിയിലെ ജാറിക്ക് വാരിച്ചിട്ട് വാരിട്ടിട്ടും വറക്കുമ്പോ തന്നെ കൊറേ വാരി തിന്നും. എന്നിട്ട് പൊടിച്ചിട്ട് ഇത് അമ്മ ആദ്യം ഗോതമ്പ് മാത്രം പൊടിച്ചറിയോ? ഒരാൾ അങ്ങോട്ട് ചോദിക്കുക, ഒരാൾ ഇങ്ങോട്ട് ചോദിക്കുക. രണ്ടാക്കും നിച്ചല്ല. രണ്ടാക്കും നല്ല നിച്ചുണ്ടായിരുന്നു. രണ്ടാക്കും നിച്ചിട്ടില്ലയോ? രണ്ടാളും പൊട്ടത്തികളെന്ന് പറയുന്നുണ്ട്. അപ്പൂസ് ഭയങ്കര ടെൻഷൻ ആയിരിക്കും. അവന്റെ കൈമേൽ എന്തോ പറ്റി ഇങ്ങനെ വേദന തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ കയ്യിലൊരു ഒഴിവിട്ടില്ല. 2 ദിവസം ഒഴിവുണ്ടായപ്പോ വെട്ടലും മുറുക്കലൊക്കെ തന്നെ പണി. അപ്പൊ എന്താ കൈമേൽ ചുമപ്പടയാളം വന്നിട്ടുണ്ട്. അപ്പൊ അതുപോലെ വേദന. ആ വേദന എന്താണ് സൂം ചെയ്ത് നോക്കണം. ഞങ്ങള് മനസ്സിലാവണില്ല. ഇതൊക്കെ കാലതേ വർണ്ണിക്കിട്ടിട്ട് ഇടിച്ച് പൊടിക്കണം.
പോരലുമില്ല ഒലക്കില്ല. ഇടിച്ചിട്ട് മുറത്തിലിട്ട് തെള്ളുക, എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ട് പിന്നെ പൊരിക്കുക. ഒലക്കണ്ട് ഒലക്കര കഷ്ണം ഉണ്ടോ അവിടെ? കിടന്നിട്ട് അതിന്റെ പേര് ഒലക്കല്ലാന്ന്. സത്യം തന്നെയാണ്. അതിന്റെ മുക്കാ ഭാഗം പോയിട്ടുണ്ട്. എത്ര കാലായി ആ ഒലക്കാന്റെ ചുറ്റ് മാത്രമുള്ള ഇവല് അതിനെത്ര കൊല്ലായി നമ്മള് ഒലക്കാറ വേണ്ടാത്ത വാക്കാണ്. ഉപദേശം വരുമ്പോ ഒലക്കാറില്ലേ? അവനെ കണ്ടിട്ടില്ലല്ലോ, അതാണ് പറയണേ. ഉണ്ടാവും കണ്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തില്. ഒലക്ക എന്താന്ന് നാസ്രാക്കാരോടല്ലേ വല്ല ഒലക്കൊക്കെ നമ്മള് ഗോതമ്പ് കുത്തിയില്ലേ പോവോ? അവനറിയാം. അവൻ ഒലക്കാൻ പറഞ്ഞ പൊട്ടി. വർഷങ്ങൾ തിരിയായിട്ടുണ്ട്. പിന്നെ 47 വർഷമായി. ഇവിടെ ഞങ്ങൾ മൂലച്ചേരി പറമ്പിൽ താമസിക്കുമ്പോ ഉണ്ടാക്കിച്ചതാണ്. സുന്ദരന്റെ അച്ഛൻ ഉണ്ടാക്കി തന്നത് മൂലത്ത്. എല്ലാരും ഓർമ്മയാണ്. അതാണ്. ഇനി അങ്ങനത്തെ ഒന്നും കിട്ടൂല. ആരും കൈയോട് ഉണ്ടാക്കി തന്നെ ഊതി വെച്ചിട്ട് കാര്യമല്ല. ഒക്കെ നമ്മൾ ലോക്കലായിട്ട് നമുക്ക് എവിടെയെങ്കിലും കിട്ടുള്ളൂ. ഇനി വാങ്ങാനല്ലേ? ആദ്യം ഗോതമ്പ് പൊടിച്ചെടുത്ത് തരാം കേട്ടോ. എന്നാലേ ഈ സാധനം പൊടിയോട് വിചാരിച്ചു. അപ്പൊ നല്ലോണം പൊടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? നല്ല വൃത്തിയെ പറഞ്ഞുള്ളൂ. ഞാൻ തെറ്റെടുത്തായിരിക്കും പോകുന്നാല് ഭയങ്കര കോമഡിയാണ്. അപ്പൊ തെറ്റെടുത്ത ഒരു തരിപ്പ് പോയിക്കും. അമ്മ തരിപ്പ് പോവാൻ നിൽക്കട്ടോ വെറുതെ. വേറെ നമ്മളെ വർത്താനം പറയട്ടെ എന്റെ ഇടയിൽ കൂടെ അല്ലേ. വാട്സാപ്പിൽ കാണുന്നില്ല, അപ്പൊ നമുക്ക് നാളെ പറയാം. നമുക്കൊരു ഇത് ബർത്ത്ഡേ പറയാനുണ്ടേ. അപ്പൊ കൊറേ മെസ്സേജ് വന്നിരുന്നിട്ട്. അപ്പൊ കുട്ടീന്റെ പേരറിയില്ല. കിട്ടി. എന്താ പേര്? സിനിയാസ് മുഹമ്മദ് എന്നാണ് പേര്. ഞാൻ ഫോട്ടോ കാട്ടിക്കെന്നാൽ ഇതില് നേരെ കാണിച്ചു തരാം. ഇന്നൊരു വെറൈറ്റി ആയിക്കോട്ടെ. കുട്ടീന്റെ ഫോട്ടോ ഇതാണ്. സിനിയാസ് മുഹമ്മദ് എന്നാണ് പേര്. അപ്പൊ ഇന്നലെയായിരുന്നു ബർത്ത്ഡേ. ഇന്നലെ നമ്മള് ഒരു ഫോട്ടോ കാണിച്ചു തരാം. ഇന്നലെയായിരുന്നു ബർത്ത്ഡേ കേട്ടോ. അപ്പൊ ഇന്നലെ നമ്മളെ ബർത്ത്ഡേ കാണിക്കാൻ വിട്ടുപോയി, ക്ഷമിക്കണം. അപ്പൊ ഇന്ന് നമ്മള് കാണിക്കാണ് ഇതാട്ടോ. ഇത് കാണിച്ചിട്ട് നമ്മള് ചായ കുടിക്കണുള്ളൂ. അമ്മ ആ തോർത്തിനോണ്ട് ഒന്നും ഒട്ടിക്ക് ഈച്ചേനെ. പതിവ് പോലെ നമ്മളെ മഴക്കാലം വന്നു, ഈച്ചയും വന്നു. മഴക്കാലത്ത് ഈച്ച, എണ്ണക്കര പൊട്ടിയ ഈച്ച പരിപാടി. പിന്നെ ചക്കയും മായ ഇപ്പൊ ചക്കയും മാങ്ങ ഇല്ലല്ലോ. പക്ഷെ നല്ല മഴയാ. അപ്പൊ എല്ലാരും നിങ്ങള് വർത്താനം പറഞ്ഞ അങ്ങനെ പോവും. അപ്പൊ ഇതിനോട് പറയും ഏതാ പറയണ്ടേ? ബർത്ത്ഡേ എല്ലാരും വിഷ് ചെയ്യാന്. അത് മറന്നൂല. അപ്പോഴേക്കും ഈച്ച കട്ടാൻ പോയി. അപ്പോ എല്ലാരും സിനിയാസ് മുഹമ്മദിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, വിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ 1000 ജന്മദിന ആശംസകൾ തന്നെ കുട്ടിക്കും കുടുംബത്തിനും എല്ലാവർക്കും. കുട്ടീനും ഒറ്റയ്ക്കല്ലല്ലോ, കുടുംബത്തിനും വേണ്ട അല്ലേ. അപ്പൊ എന്നാലും നമ്മള് ഉണ്ടൊക്കെ ഗോതമ്പുണ്ട ഗോതമ്പ് വറുത്ത് പൊടിച്ചിട്ട് ശർക്കര നാളികേരട്ട് കുഴച്ച്, അതാണ് നമുക്ക് കടി. ഇതാണ് നമ്മളെ കടി. അപ്പൂസിന് ഗോതമ്പുണ്ട് തന്നെ കിട്ടണില്ല. അതൊക്കെ നല്ല ആയിട്ടില്ല. നാളെ കാണാല്ലേ. അപ്പൊ നമ്മള് ചായ കുടിക്കട്ടെ. ശർക്കര ചായ. മഴയൊന്നുമില്ല, അതുകൊണ്ട് നല്ല വെയിലുണ്ട്. വെയിലത്ത് ചായ കുടിക്കുന്നു. ഗോതമ്പുണ്ടയും കൂട്ടി മഴയത്ത് ചായ കുടിക്കാൻ എത്തിയപ്പോ മഴയില്ല. അപ്പൊ നമ്മള് ചായ കുടിക്കാൻ പോകണം കേട്ടോ. അപ്പൊ നാളെ കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.